കേരളത്തിൽ നിന്നും കാണാതാകുന്ന പ്രത്യേകിച്ചും 15 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ കാണാതാകുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലിപ്പോഴും ഒരു ചോദ്യചിഹ്നമായി കിടക്കുന്ന ഒരു വ്യക്തിയാണ് ജസ്ന. 2022 മാർച്ച് 22-ന് കാണാതായ ജസ്നയുടെ ഒരു വിവരവും പിന്നീട് ലഭിച്ചിട്ടില്ല. എന്നാൽ പലരും പലയിടത്ത് വെച്ചും ജസ്നയെ കണ്ടെന്ന വിവരം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും ഒടുവിൽ ജസ്ന പാകിസ്ഥാനിൽ ഉണ്ടെന്നും അവിടെ 2 കുട്ടികളുടെ അമ്മയാണെന്ന വാർത്തയും പറഞ്ഞിരുന്നു. എന്നാൽ അതും ഒരു കെട്ടുകഥ കേട്ടതുപോലെ ജനം കേട്ടു മറന്നു. ഇപ്പോഴിതാ ജസ്ന തിരോധാനത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ് CBI. കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചും കഴിഞ്ഞു. ഏത് ഘട്ടത്തിലും തുറക്കാൻ തയ്യാറായി കിടക്കുന്ന ഒരു ഫുൾ സ്റ്റോപ്പ്. ജസ്നയെ കണ്ടെത്താനാകുമെന്ന ഒരിക്കൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നുവെന്നാണ് ക്രൈംബ്രാഞ്ച് മുൻ മേധാവി ടോമിൻ തച്ചങ്കരി പറയുന്നത്. മുക്കൂട്ടുതറയിൽ നിന്നും കാണാതായ പെൺകുട്ടി തമിഴ്നാട്ടിൽ ഉണ്ടെന്നതിന് സൂചനകൾ കിട്ടിയിരുന്നു. കുമളി തേനി വഴിയാണ് അന്വേഷണം പോകേണ്ടിയിരുന്നത്. എന്നാൽ കോവിഡ് എത്തിയതോടെ എല്ലാ കണക്കുകൂട്ടലും തെറ്റി, തെളിവുകൾ നഷ്ടമായി. ഇതിനിടെ CBI എത്തി. അവരോടെല്ലാം പറഞ്ഞിരുന്നു, പക്ഷേ ജസ്നയെ കണ്ടെത്താൻ മാത്രം കഴിഞ്ഞില്ല എന്നാണ് ടോമിൻ തച്ചങ്കരി പറയുന്നത്. ജസ്നയെ CBI കണ്ടെത്തുമെന്ന ഉറച്ച വിശ്വാസം തനിക്കുണ്ടെന്നും തച്ചങ്കരി പറയുന്നു. CBI കോടതിയിൽ നൽകിയത് ക്ലോഷർ റിപ്പോർട്ടാണ്. അത് സാങ്കേതികത്വം മാത്രം. തെളിവുകൾക്ക് പിന്നാലെ പോകുമ്പോൾ ഒരു ശ്രേണി മറിഞ്ഞാൽ കേസ് നഷ്ടമാകും. അതാണ് ജസ്ന കേസിൽ ക്രൈംബ്രാഞ്ചിന് സംഭവിച്ചത്. കേസ് തെളിയിക്കാൻ ഭാഗ്യവും അനിവാര്യവുമാണ്. അത് ഈ കേസിൽ ഇല്ലാതെ പോയി. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസിയാണ് CBI. അവർക്ക് പോലും ഈ കേസ് തെളിയിക്കാനുള്ള കഴിവ് ഇല്ലേ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അവർക്കും കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ അങ്ങ് ഒരു പെൺകുട്ടിയെ കാണാതായി എന്ന് പറഞ്ഞും ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് മിണ്ടാതെ കണ്ണുമൂടി ക്ലോസ്ഡ് കേസ് എന്ന് പറഞ്ഞ് ഇരിക്കാൻ സാധിക്കുമോ എന്നാണ് ജനം ചോദിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമാണ് ഈ നാട്ടിൽ ഉള്ളത്? CBIക്ക് കഴിവുണ്ടെന്നും അവർ അത് കണ്ടെത്തും എന്ന് തന്നെയാണ് വിശ്വാസമെന്നാണ് മുൻ ക്രൈംബ്രാഞ്ച് മേധാവി പറയുന്നത്. പോലീസ് സേനയുടെ ഏറ്റവും ഉയർന്ന പദവിയിലിരുന്ന വിരമിച്ച വ്യക്തിയാണ് താൻ. അതുകൊണ്ട് തന്നെ പോലീസ് സേനയെ കുറ്റപ്പെടുത്തുന്നുമില്ല. ആരും മനഃപൂർവ്വം വീഴ്ചയുണ്ടാക്കിയെന്ന് കരുതുന്നില്ല എന്നും തച്ചങ്കരി പറഞ്ഞു. ജസ്ന കേസ് CBIയോട് അറിയാവുന്ന വിവരങ്ങളെല്ലാം കൈമാറിയിരുന്നു. അതെല്ലാം അവരും അന്വേഷിച്ചു കാണും. CBIയെയും കുറ്റം പറയാൻ പറ്റില്ല. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് തെളിവില്ലെന്നാണ് CBI പറയുന്നത്. നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നും അവർ പറയുന്നില്ല. തനിക്കും അക്കാര്യം വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നും പോലീസിനെയും സർക്കാരിനെയും പ്രതിസന്ധിയിലാക്കുന്ന ഒന്നും താൻ പറയില്ലെന്നും തച്ചങ്കരി വിശദീകരിക്കുകയാണ്. ജസ്ന ജീവനോടെ ഉണ്ടായിരുന്നുവെന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉറപ്പിച്ചിരുന്നുവെന്ന സൂചനയാണ് തച്ചങ്കരിയും നൽകുന്നത്. അതിനിടെ തിരോധാന കേസിൽ എന്തെങ്കിലും സൂചന കിട്ടുമ്പോൾ തുടരന്വേഷണം ഉണ്ടാകുമെന്നാണ് CBI അറിയിച്ചിട്ടുള്ളത് എന്ന് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് അറിയിച്ചു. കേസ് CBI അവസാനിപ്പിക്കുകയും ക്ലോഷർ റിപ്പോർട്ട് തിരുവനന്തപുരം ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CBI ഇപ്പോഴും കേസ് നിരീക്ഷിക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും സൂചന കിട്ടുമ്പോൾ തുടരന്വേഷണം ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നല്ല രീതിയിലുള്ള അന്വേഷണമാണ് CBI കാഴ്ചവെച്ചത്. CBIയുടെ ഇപ്പോഴത്തെ SP തങ്ങളെ വിളിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഒക്കെ ചെയ്യാറുണ്ടെന്നും ജെയിംസ് പറയുന്നു.